ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് തിരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നു എന്ന രൂപത്തിൽ, അതായത് ഈ അറസ്റ്റ് അടക്കം എന്ന രൂപത്തിൽ ശക്തമായി തന്നെ കേജ്രിവാളിനൊപ്പം നിന്ന് പ്രതികരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പ്രചാരണത്തിന് ഇറങ്ങുന്നു. അതിനുശേഷം ഹരിയാനയിൽ പരസ്പരം മത്സരിക്കുന്ന ഘട്ടത്തിൽ എന്താണോ BJP തന്ത്രമാക്കിയത് അതിനെ അംഗീകരിച്ചുകൊണ്ട് അവിടെ പ്രചാരണം നടത്തുന്നു. ഇത് എത്രത്തോളം ശരിയായ സമീപനമാണ്? ഇതിനകത്ത് സ്മൃതി ഒരു ഫുൾ സർക്കിൾ തിരിഞ്ഞിരിക്കുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി മാറി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ആദ്യം കോൺഗ്രസ് വിരുദ്ധതയിൽ തട്ടിക്കൂട്ടിയെടുത്ത ഒരു സിവിൽ സൊസൈറ്റി പ്രസ്ഥാനം, ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്കുള്ള ഒരു പകർന്നാട്ടം വളരെ വിജയകരമായി 2011, 12, 13 ആ ഒരു കാലഘട്ടത്തിൽ അത് വളരെ ഭംഗിയായി തന്നെ ആം ആദ്മി പാർട്ടി നിർവഹിച്ചു. അതിന് അണ്ണാ ഹസറയിൽ നിന്നും വേറിട്ട ഒരു നിലപാടെടുത്തുകൊണ്ട് കേജ്രിവാൾ തുടങ്ങി വെച്ച ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം, ആ പരീക്ഷണം ഡൽഹിയിൽ വിജയമായിരുന്നു എങ്കിലും ആ പരീക്ഷണം ഒരു പാൻ ഇന്ത്യ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായി വലിയ രാഷ്ട്രീയ കക്ഷികൾക്ക് നിലനിൽക്കണമെങ്കിൽ, ദേശീയ പാർട്ടികൾക്കുൾപ്പെടെ നിലനിൽക്കണമെങ്കിൽ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് പഞ്ചാബിലേക്ക് സ്വാഭാവികമായ ഒരു പകർന്നാട്ടമാണ്, ഹരിയാന സമീപ പ്രദേശമാണ്. പക്ഷെ വളരെ ദൂരെ കിടക്കുന്ന ഗുജറാത്തിലേക്കും ഗോവയിലേക്കുമുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു കടന്നുകയറ്റം, അതിന് പണം ആവശ്യമുണ്ട്, സോഴ്സസ് ഓഫ് ഫണ്ടിങ് ആവശ്യമാണ്. അപ്പം ഇവിടെ പാർട്ടിയുടെ എക്കാലത്തെയും വലിയ ഒരു ഫോർട്രസ് എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധതയാണ്. അപ്പോൾ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്, ഫ്രീ ബീസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ പോളിറ്റിക്സ് ആൻഡ് വെൽഫെയർ പോളിറ്റിക്സ്, അത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി വളരെ വ്യക്തമായി അത് പറഞ്ഞു. ശരിയാണ്, വെൽഫെയർ പോളിറ്റിക്സ് ആണ് ആം ആദ്മി പാർട്ടിക്ക് അംഗീകാരം നേടിക്കൊടുക്കുന്ന, അന്നും ഇന്നും അംഗീകാരം നേടിക്കൊടുക്കുന്ന, ഒരു ഡെലിവർ ചെയ്യാൻ കഴിയുന്ന, പറയുന്നത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ തീർച്ചയായും ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പക്ഷേ പാൻ ഇന്ത്യ ലെവലിലേക്ക് വരുമ്പോൾ അത് വ്യത്യസ്തമാണ്. അവിടെയാണ് അലയൻസ് പോളിറ്റിക്സിൻ്റെ പ്രസക്തി. അതുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധതയുടെ ഒരു ജീനാണ് ആം ആദ്മി പാർട്ടിയിൽ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ BJP വിരുദ്ധതയുടെ ഒരു ജീനായി മാറിയപ്പോൾ കോൺഗ്രസിനോടുള്ള തൊട്ടുകൂടായ്മ അവസാനിച്ചു. അപ്പോൾ കോൺഗ്രസുമായി സഹകരിച്ച് ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അവിടെ രണ്ട് കക്ഷികളും ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയാണ്, ഒരേ വോട്ട് ബാങ്കിന് വേണ്ടിയാണ് പടപൊരുത്തുന്നത്. ഇവിടെ കോൺഗ്രസ് ആം ആദ്മിയെ വിഴുങ്ങുമോ, ആം ആദ്മി കോൺഗ്രസിനെ വിഴുങ്ങുമോ ആത്യന്തികമായി, ഇപ്പോഴല്ല, കോൺഗ്രസ് തീർച്ചയായിട്ടും വലിയ പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് പൂർണ്ണമായി വിഴുങ്ങാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആത്യന്തികമായി കോൺഗ്രസിൻ്റെ തട്ടകമാണ് ഡൽഹി, കോൺഗ്രസിന് വേരോട്ടമുള്ള ഇടമാണ് പഞ്ചാബ്, കോൺഗ്രസിന് വേരോട്ടമുള്ള ഇടമാണ് ഹരിയാന. അവിടങ്ങളിലേക്കാണ് ആം ആദ്മി പാർട്ടി ഇരച്ചെത്തുന്നത്, അല്ലാതെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലേക്കല്ല എന്ന് ഓർക്കണം. അവിടെ സമാജ്വാദി പാർട്ടിയാണ്, അവിടെ ആം ആദ്മി പാർട്ടി അല്ല. അതുകൊണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം അത് താൽക്കാലികം മാത്രമാണ്. അത് BJP വിമർശിക്കുന്നതിന് ന്യായമായ അർത്ഥമുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ 2014 ആവശ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ശ്രീ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കണം എന്ന ഒരൊറ്റ മിനിമം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. പക്ഷേ ഇപ്പോഴിതാ ഹരിയാന രാഷ്ട്രീയം വരുന്നു, അല്ലെങ്കിൽ ഇനി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു രീതിയിലും കോൺഗ്രസുമായി ധാരണയിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പന്ഥാവിലൂടെ മാത്രമേ പോകാനാവൂ. എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്നത് വെൽഫെയർ പോളിറ്റിക്സിൽ മാത്രമായി ഒതുങ്ങുന്നു. അഴിമതി വിരുദ്ധത ഉച്ചസ്ഥരം ഘോഷിക്കാൻ ഇപ്പോൾ ആവില്ല. അല്ല എങ്കിൽ അതിന് ഉള്ള വ്യക്തമായ കാരണങ്ങൾ, ഈ ഡൽഹി മദ്യ നയം എന്തിനു കൊണ്ടുവന്നു എന്നതിൻ്റെ ന്യായമായ കാരണങ്ങൾ ഇപ്പോഴും വിശദീകരിക്കാൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് സംശയത്തിൻ്റെ മുരകൾ നീളുന്നത്. അല്ലാതെ ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിഞ്ഞതുകൊണ്ടല്ല. ഈ നേതാക്കളാരും ആപ്പിലെ നേതാക്കളാരും വ്യക്തിപരമായി അങ്ങനെ പണം സമ്പാദിക്കുകയോ ആ രൂപത്തിൽ ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണല്ലോ. അവിടെയാണ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പറയുന്നത്, രാജിവെച്ച് തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്നൊരു ധൈര്യം, അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ മോദിക്ക് കഴിയുമോ എന്ന ചോദ്യം അതുകൊണ്ടാണ് ആപ്പിന് ഉയർത്താൻ പറ്റുന്നത്. അതൊരു ധൈര്യം തന്നെയല്ലേ, രാജിവെച്ച് വിജയിച്ചു വരാനാകുമെന്നുള്ള ആത്മവിശ്വാസം? അല്ല, അതൊരു ധൈര്യം, അത് സ്മൃതി, അത് ധൈര്യമെന്ന് അല്ല അതിന് പറയുന്നത്, അതിന് പ്രായോഗികത എന്നാണ് പറയുക.
കൈകൾ കൂച്ചുവിളങ്ങിട്ടപ്പെട്ട ചിറകുകൾ കൊത്തി അരിയപ്പെട്ട കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കസേരയിൽ ഫയലുകൾ ഒപ്പിടാൻ സാധിക്കാതെ യഥാർത്ഥ മുഖ്യമന്ത്രിയായി എല്ലാ അധികാരത്തോടു കൂടി മുന്നോട്ട് പോകാനാവാത്ത ഒരു അവസ്ഥയിൽ വകുപ്പില്ല മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഭരണചക്രം ചലിക്കണമെങ്കിൽ യഥാർത്ഥ അധികാരമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം. ആ മുഖ്യമന്ത്രിക്ക് പിന്നിലെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ചെയ്യാൻ സമർത്ഥമായി കേജ്രിവാളിന് കഴിയുന്നിടത്തോളം കാലം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കാൻ കഴിയും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അടുത്ത 2 മാസക്കാലം ഫ്രീ ബീകളുടെ ഒരു പെരുമഴയായിരിക്കണം ഈ വരാൻ പോകുന്നത്. അത് വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടാം. അത് നവംബറിൽ നടന്നാലും ശരി, അല്ലെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരി മാസം നടന്നാലും ശരി. അത് വെച്ചിട്ട് ഇതാ ഞങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി കഴിഞ്ഞു, കൂടുതൽ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ യഥാർത്ഥ ശക്തിയുള്ള, യഥാർത്ഥ സൈനിങ് പവറുള്ള ഒരു മുഖ്യമന്ത്രി ആവശ്യമുള്ളത് കൊണ്ടാണ് നാളെ. അല്ലാതെ അതൊരു വലിയ ത്യാഗം എന്ന ഗണത്തിൽ എനിക്കത് പെടുത്താനാവില്ല. പക്ഷെ രാഷ്ട്രീയമായി അത് വലിയ തന്ത്രമാണ്. ഒരുപക്ഷെ ആ പരിപ്പ് ഡൽഹി എന്ന ചട്ടിയിൽ വേകാൻ സാധ്യതയുള്ള ഒരു പരിപ്പ് തന്നെയാണത്. അതുകൊണ്ടാണ് സമർത്ഥമായി കാർഡുകൾ ഇറക്കി കോൺഗ്രസ് പാർട്ടിയേക്കാൾ സമൃദ്ധമായി ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുകയും അപ്രതീക്ഷിതമായി പ്രതിയോഗിയെ കമിഴ്ത്തി വീഴ്ത്തുകയും ചെയ്യാനുള്ള ഒരു മെയ്വഴക്കമുള്ള ഒരു പാർട്ടിയായും നേതാവായും ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും വളർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. ഒരുപക്ഷെ ഹരിയാനയിൽ ആ പരിപ്പ് വെന്തില്ല എങ്കിലും ഡൽഹിയിൽ വേവാൻ സാധ്യത, അതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. Debate with Smriti Parithikad.